ന്യൂസ് 16 കേരള. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം വേണ്ടെന്ന് പ്രഖ്യാപിച്ചു. പിന്നാലെ മരുന്നിനായി നെട്ടോട്ടമോടി പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതിന് മറുപടിയായി പാകിസ്ഥാൻ താൽക്കാലികമായി ന്യൂഡൽഹിയുമായുള്ള എല്ലാ വ്യാപാര ബന്ധവും നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നയതന്ത്ര നടപടികൾ സ്വീകരിച്ചതോടെ തങ്ങളും തിരിച്ചടിക്കുമെന്ന് കാണിക്കാനാണ് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം താൽക്കാലികമായി നിർത്തിവെച്ചതായി പാക് സർക്കാർ പ്രഖ്യാപിച്ചത്. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് വ്യക്തമായതിനെ തുടർന്ന് മരുന്ന് വിതരണം ഉറപ്പാക്കുന്നതിനായി അടിയന്തര നീക്കങ്ങളിലേക്ക് കടക്കാൻ പാകിസ്ഥാൻ ആരോഗ്യരംഗം നിർബന്ധിതമായതായാണ് റിപ്പോർട്ട്. പാകിസ്ഥാനിലെ ആരോഗ്യ വകുപ്പ് മരുന്ന് വിതരണം മുടക്കമില്ലാതെ നടക്കാനായി അടിയന്തര നടപടികളിലേക്ക് കടന്നു. ന്യൂഡൽഹിയുമായുള്ള എല്ലാ വ്യാപാര ബന്ധവും നിർത്തിവെക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചതോടെ ഏറ്റവും ആവശ്യ സേവനമായ മരുന്ന് വിതരണത്തിലാണ് പാകിസ്ഥാൻ പ്രതിസന്ധിയിലായത്. പാകിസ്ഥാൻ സർക്കാർ എടുത്ത തീരുമാനം പാകിസ്ഥാനിലെ മരുന്ന് ലഭ്യത സംബന്ധിച്ച ആശങ്കയ്ക്ക് കാരണമായെന്നും വിതരണം ഉറപ്പാക്കാൻ ആരോഗ്യ വിഭാഗം അടിയന്തര നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും പാകിസ്ഥാനിലെ ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യക്ക് തിരിച്ചടി നൽകാനായി വ്യാപാരം നിർത്തിവെച്ചതിന്റെ പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാൻ നേരിടുകയാണ്. ഈ അടിയന്തരാവസ്ഥ കൈകാര്യം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന വെല്ലുവിളിയെക്കുറിച്ച് വ്യവസായ രംഗത്തെ പ്രമുഖരും ആരോഗ്യ വിദഗ്ധരും പാക് ഭരണാധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മരുന്ന് വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ ഗുരുതരമായ മരുന്നുക്ഷാമത്തിലേക്ക് നയിക്കുമെന്നും ആരോഗ്യ മേഖല ഭയപ്പെടുന്നുണ്ട്. ഒപ്പം മരുന്നുകളുടെ കരിഞ്ചന്തയും രാജ്യത്തെ ഗുരുതര പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യാത്തതും അംഗീകാരമില്ലാത്തതുമായ മരുന്നുകൾ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ദുബായ്, കിഴക്കൻ അതിർത്തി എന്നിവയിലൂടെ പോലും പാകിസ്ഥാനിലേക്ക് കടത്തുന്നുണ്ട്. ശക്തമായ കരിഞ്ചന്ത വളർന്നു പടർന്നിരിക്കുന്ന സ്ഥിതി പാകിസ്ഥാനിലെ ആരോഗ്യ മേഖലയെ കൂടുതൽ സങ്കീർണമാക്കുകയും ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുവെന്നാണ് ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യാപാരി നിരോധനത്തിൽ നിന്ന് ഇളവ് തേടുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ പ്രമുഖരുടെ ഒരു പ്രതിനിധി സംഘം വ്യാഴാഴ്ച ഇസ്ലാമാബാദിലെത്തിയിരുന്നു. DRAP വാണിജ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥരുമായി അവർ കൂടിക്കാഴ്ച നടത്തി. അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന നിരവധി ജീവൻ രക്ഷാ ഉൽപ്പന്നങ്ങൾ ഉള്ളതിനാൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പാകിസ്ഥാനിലെ വ്യവസായി സംഘം ആവശ്യപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ PPMA ചെയർമാൻ തൗക്കീർ ഉൽ ഹക്ക് പറഞ്ഞിട്ടുണ്ട്. പാക് സർക്കാരിന്റെ എടുത്തുചാട്ടം രാജ്യത്തെ ആരോഗ്യ മേഖലയെയും സാധാരണക്കാരായ ജനങ്ങളെയും വലയ്ക്കുകയാണ്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.